ഹലോ പോൺസി, എന്തായി ഗാർഡൻ? മറ്റേ നമ്മുടെ ഉമ്മിക്കരിയുടെ ഗാർഡൻ എന്തായി? മഴ പെയ്തപ്പോ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കണുണ്ട്. ഇപ്പൊ ഞാൻ ചവറൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ചവറ് വീണ്, ജാതിയുടെ ചോടയായതുകൊണ്ട് അതിന്റെ ചവറ് വീണുണ്ടായിരുന്നു. അപ്പൊ നമ്മ വാരി മാറ്റി അതിന്റെ ചവറാണ് ഇവിടെ കൂട്ടിയിട്ടേക്കണേ, അതിന് മാറ്റണം. മഴ പെയ്തപ്പോ ഈ ഇഷ്ടികയുടെ സൈഡിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം തെറിച്ചിട്ടുണ്ട്. കരി ഇങ്ങനെ വെള്ളം കുത്തി വീഴുമ്പോ തെറിക്കണുണ്ട്. വേറെ ഒലിച്ചൊന്നും പോയിട്ടില്ല. പിന്നെ പൊന്തി ഒലിച്ചു പോയിട്ടില്ല. പിന്നെ മണ്ണ് കൂട്ടി മിക്സ് ചെയ്ത് ഇടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതായിട്ട് കിടന്നേനായിരുന്നു. മണ്ണിന്റെ മുകളിൽ വെറുതെ ഇട്ടുള്ളൂ. ഇതിപ്പോ തറഞ്ഞൊന്നും കൂടിയും മഴ പെയ്തപ്പോ ഇങ്ങനെ ഇരുന്നു, ഒന്നും പോയിട്ടില്ല. ഇത്രയും ഇവിടെ വെള്ളം ഇതിലേ വരുന്നുണ്ടായിരുന്നു. മഴ പെയ്തിട്ട് വെള്ളം ഒലിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇത്രയും ഭാഗം ഒലിച്ചു പോയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പുതിയ ഗാർഡൻ സെറ്റ് ചെയ്ത് അതിലിടാനല്ല, ഈ സൈഡില് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ചരലിട്ട് ഭംഗിയാക്കി എടുക്കണം സൈഡ്. അപ്പൊ അതിനുവേണ്ടിയാണ് ചരല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഇഷ്ടിക വെച്ച് ചെയ്തായിരുന്നേ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നോളും, പുറത്തേക്ക് പോവില്ല. വെള്ളം ഇരുന്നോളും. അടിയിലേക്ക് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. പൊന്തിക്ക് എടുക്കുന്നെങ്കിലും വെള്ളം താഴ്ത്തിക്ക് വെള്ളം കെട്ടിക്കിടക്കുമ്പോ ശരിക്കും അതില് പൊന്തി കിടക്കൂല്ലേ? ശരിക്കും പൊന്തി കിടക്കും. അപ്പൊ മണ്ണായിട്ട് ശരിക്കും മിക്സ് ചെയ്തിട്ട് ഇട്ടാൽ മതി തോന്നുന്നു. പക്ഷെ മണ്ണ് തറഞ്ഞെടുക്കണേ. അതിന്റെ മുകളിൽ ഉമ്മി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോ ഇതിന്റെ മുകളിൽ കിടന്ന ചരലുകളാണ് ഈ മണ്ണിന്റെ കളറായിട്ട് കിടക്കണത്. കണ്ട മണ്ണത് ഇതാണ് മണ്ണ്, കണ്ട ഇവിടെയാണ് മണ്ണ്. ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടത്. മഴ പെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. മഴ പെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കണം. ചെടിയൊന്നും അങ്ങനെ തെറിച്ചിട്ടൊന്നുമില്ല, ഇഷ്ടികമ്മ മാത്രമേ തെറിച്ചിട്ടുള്ളൂ. ഞാൻ ഇത് വൈറ്റ് ആയതുകൊണ്ട് മഴ പെയ്യുമ്പോ ബ്ലാക്ക് ആവുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. തട്ടിയാ പോകും. ഞാൻ അടിച്ചപ്പോ കുറച്ച് തട്ടിയിട്ടു. നമുക്ക് അടിച്ചെടുക്കാം. മഴയുടെ ടൈമിൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലേ? ഇപ്പം എല്ലാവർക്കും ചെറിയ ഡൗട്ട് എന്ന് വെച്ചാലേ ഇത് വളം കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചെറിയ ഡൗട്ട് ഉണ്ടാവും. ഇതെങ്ങനെയാണ് വളം കൊടുക്കണമെന്ന്? നമ്മളുടെ മെയിൻ വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കേണ്ടതാണ് മെയിൻ വളം. അത് കുറേ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ലിക്വിഡായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കട തിരഞ്ഞ് ഇട്ട് കൊടുക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ വെള്ളം പോലെ ഒഴിച്ചു കൊടുക്കണ കാരണം കൊണ്ട് നന്നായിട്ട് കിട്ടിക്കോളും അവർക്ക് വളം. അത് മാത്രമാണ് മെയിനായിട്ട് വളം ചെയ്യണേ കേട്ടോ, വേറെ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇടയ്ക്ക് ചാണകപ്പൊടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുള്ളൂ. പ്ലാന്റ്സിൻ്റെ കാര്യം എന്തായി? പ്ലാന്റ് ഇപ്പോൾ റെഡ് പ്ലാന്റ് ആണ് നമ്മൾ മെയിനായിട്ട് സെയിൽ ചെയ്യണമല്ലോ. അപ്പോൾ അതെല്ലാവർക്കും കുറേ പേർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ കയ്യിൽ പ്ലാന്റ് എങ്ങനെ വെച്ച് പിടിപ്പിക്കണേന്നൊക്കെ ഉള്ള അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം വൈകി. ഇവിടെയാണ് നമ്മൾ പ്ലാന്റൊക്കെ കുഴിച്ചിട്ടാക്കുന്നത്. സെയിൽ ചെയ്യാനുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടുമ്പോൾ ഇങ്ങനെ ആയിരിക്കുള്ളൂ. 3 ദിവസമായിട്ടുള്ളത് നട്ടിട്ട്. അപ്പോൾ 3 ദിവസം എത്തിയ പ്ലാന്റാണ് നടുമ്പോൾ ഇങ്ങനെ നിൽക്കണേ കേട്ടോ. വാടി ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. പിന്നെ അത് വേര് പിടിച്ച് വരുമ്പോഴാണ് നല്ല ഉഷാറായിട്ട് വരുള്ളൂ. ഇനി ഇത് 3 ദിവസം എത്തിയ ഭാഗം. ഇനി ഒരാഴ്ച എത്തിയതാണ് ഇത്. അത് നട്ട് ഒരാഴ്ച എത്തിയതാണ് ഈ പ്ലാന്റുകൾ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഉഷാറായിട്ട് നിൽക്കും. അപ്പോൾ ഇതിപ്പോൾ 3 ദിവസം നട്ടിട്ട് 3 ദിവസമായതും പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ചയായ പ്ലാന്റ് കൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇനി ഒരു 2 ആഴ്ചയൊക്കെ ആയ പ്ലാന്റ് അപ്പുറത്താണ്, അവിടേക്ക് പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 2 ആഴ്ച ആയ പ്ലാന്റ് കേട്ടോ. നട്ടിട്ട് 2 ആഴ്ച ആയ പ്ലാന്റാണ് ഇങ്ങനെ നിൽക്കുന്നത്. 2 ആഴ്ച മതിയല്ലേ? മഴയുള്ള കാരണം കൊണ്ട് വേഗം ആയിക്കോളും. എപ്പോഴും മഴയായിരുന്നു ഇങ്ങനെ ഒട്ടും വാടാണ്ട് തന്നെ നിൽക്കും. നമ്മൾ 3 ദിവസമൊക്കെ ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ നിന്നോളും. എപ്പോഴും മഴയുണ്ടെങ്കിൽ. ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാവും. പിന്നെ
അന്ന് കുത്തി വെച്ചതല്ലേ? ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മ. അത് ഇത്രയായി. ഇങ്ങനെയായി ആ പ്ലാന്റ്. ശരിക്കും ബോളിന്റെ ഫീലിംഗ് കിട്ടണ്ടല്ലേ? ഇനി അത് കുറച്ചും കൂടി ആകുമ്പോൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ബോൾ പോലെ. അതിപ്പോൾ പിടിച്ചിട്ടുണ്ട്, എല്ലാവരും പിടിച്ച് വന്നിട്ടുണ്ട്. അതിന് കുറച്ചും കൂടി പൊക്കം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇതിപ്പോ നമ്മൾ ഈ ചെടി വെക്കുമ്പോൾ എങ്ങനെ ചെയ്താൽ അതിൻ്റെ ഭംഗിയിട്ട്, അതായത് ഹൈറ്റ് വെച്ച് പോകണോ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണോ വെക്കുന്നത്? നമ്മളിപ്പോ ഇവിടെ ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണ് വെച്ചേക്കണത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹൈറ്റിൽ നിർത്തിയേക്കണേ. കാരണം നമ്മുടെ ഇതിന് ഈ റെഡ് പ്ലാന്റിന്റെ ഫ്രണ്ടിൽ ഈ യെല്ലോ പ്ലാന്റ് ഉണ്ട്. അപ്പം അതിൻ്റെ അതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റിലാണ് ഇത് നമ്മൾ വെട്ടിയിട്ടുള്ളൂ. പിന്നെ ഇത് വെട്ടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കടഭാഗം വരുമ്പോൾ ഇലകൾ ഉണ്ടാവില്ല. കടഭാഗം വരുമ്പോൾ ഇതുപോലെ ഇല ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇതിന്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഇതിന്റെ മുകളിൽ അല്ലെങ്കിൽ പിന്നെ ഇത് ഫ്രണ്ടിൽ വെച്ച ഈ പച്ച ഫ്രണ്ടിൽ വെച്ചേക്കണ കാരണം കൊണ്ട് തന്നെ ഇതിന്റെ അടിഭാഗം കാണേയില്ല. ഈ മോൾ ഭാഗം മാത്രം കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാനായിട്ട്. അപ്പൊ ആ വൃത്തികേടുകൾ മാറിക്കിട്ടും. പിന്നെ ഇത് നമുക്ക് തീരെ പൊക്കം കുറച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്ലാന്റ് ഈ ഇഷ്ടികയുടെ ലെവലിൽ തന്നെ നമുക്ക് ഇപ്പൊ ഇവിടെ വെച്ച് ഇത് ഇത്രയും പൊക്കമില്ലേ, ബാക്കിയൊക്കെ പൊക്കം കുറവാണ്. അപ്പൊ ഇത് ഇവിടെ വെച്ച് ഒടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈറ്റിൽ തന്നെ നമുക്ക് അങ്ങനെ കൊണ്ടുപോയി നിർത്താൻ പറ്റും. അപ്പൊ താഴെ കിടക്കണ ലെവലിലും കിട്ടും. ഇത് അതിനേക്കാളും പൊക്കത്തിലും അത് അങ്ങനെ തട്ടായിട്ട് നമുക്ക് നിർത്താൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. റെഡ് പ്ലാന്റിനും പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കുകയാണ് ചെയ്യണത്. എല്ലാത്തിനും ഈ ആഴ്ചയിൽ ഒരു ദിവസം നേർപ്പിച്ച് പിണ്ണാക്ക് കലക്കി ഒഴിക്കുക കേട്ടോ. നേർപ്പിച്ചിട്ട് 3 ദിവസം പുളിപ്പിക്കാൻ വെക്കുക. എന്നിട്ട് അതിൽ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചെടികൾക്ക് നേരിട്ട് ഒഴിക്കാം. അങ്ങനെ ചെയ്യണം. വളം വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, വെള്ളത്തിൽ കൂടെ തന്നെ കൊടുത്താൽ മതി. ഇത് കട തിരഞ്ഞൊന്നും വളം ഇട്ട് കൊടുക്കണ്ട. നമ്മൾ റോസിനൊക്കെ വളം ഇട്ട് കൊടുക്കണ പോലെ അങ്ങനെ വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇലച്ചെടികളായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മെയിൻ്റെനൻസും കാര്യങ്ങളും കുറവാണ്, വളപ്രയോഗവും കുറവ് മതി. മാസത്തിൽ ഒരു ദിവസം തന്നെ വളം ഒഴിച്ചാൽ മതി ഇലച്ചെടികളായതുകൊണ്ട് തന്നെ. അപ്പോൾ നല്ല ഇലയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ പുഴുക്കേട് വരാണ്ട് നോക്കിയാൽ മതി. പുഴു വരുമ്പോൾ നമ്മൾ അതിനെ നശിപ്പിച്ച് കളയേണ്ടതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ബാക്കിയുള്ളവയും കൂടി വന്നു കഴിഞ്ഞാൽ ആകെ വൃത്തികേടായിരിക്കും. കോല് പോലെ മാത്രമാവും പിന്നെ ഉണ്ടാവും ഇലയൊക്കെ തിന്നിട്ട്. അടുത്ത ഗാർഡൻ എങ്ങനെയാ? അടുത്ത ഗാർഡൻ സെറ്റിംഗ് ഉണ്ടോ? അടുത്ത ഗാർഡൻ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഈ ഗാർഡന്റെ ഇപ്പുറത്തൊരു സൈഡ് ഉണ്ട്, അത് വഴി പോലെ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഉദ്ദേശിച്ചേക്കണേ. ഇതുപോലെ അപ്പുറത്തെ പോലെ തന്നെ ഈ സൈഡിലല്ലേ? ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യണമെന്നുണ്ട്. അപ്പം നടുക്കിക്കൂടെ ഒരു വഴി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കടക്കാനുള്ള രീതിയിൽ ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ പരിഹരിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം കേട്ടോ. നമ്മുടെ അടുത്ത് പുത്തഞ്ചിറയിൽ നെല്ല് കുത്തണ ഒരു ഫാക്ടറി ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ പോയി വാങ്ങിച്ചിട്ട് കരിച്ചെടുത്തേക്കണതാണ്. അങ്ങനെയാണ് ഇത് ഉമ്മിയാക്കിയത്, അല്ല കരിയാക്കിയത്. ഇവിടെ ചെടികൾ പോയപ്പോ ഇവിടെ ആ വലിയ 2 ചെടികളുണ്ടായിരുന്നു. ഇപ്പൊ നല്ല വലിയ ഇതായിരുന്നു, കുറേ ചെടികളുള്ള കൂട്ടായിരുന്നു സിറ്റ് ഔട്ടിൽ. പക്ഷെ ഇപ്പൊ ഇവിടെ ആകെ ശോഷിച്ച പോലെ പോയി, ചെടികളൊക്കെ പോയി കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ട് കേട്ടോ, സിറ്റ് ഔട്ട് ഗാർഡൻ. അതിന്റെ വീഡിയോ ഉണ്ടാവും.